കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കരിപ്രസാദവും ചന്ദനവുമാണ്. ഇടപ്പള്ളിയിൽ നിർമ്മിക്കേണ്ട പ്രസാദമാണ് തൊട്ടടുത്ത വാടക വീട്ടിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയത്. ശുചിമുറിക്ക് സമീപം ക്ഷേത്രത്തിൽ പ്രസാദം വിതരണം ചെയ്യുന്ന ഇല കൂട്ടിയിട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്നും നൂറുകണക്കിന് മദ്യക്കുപ്പികളും കണ്ടെത്തി. BJP ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് വിവരം പുറത്തു കൊണ്ടുവന്നത്. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ പ്രവർത്തകർ തടഞ്ഞുവച്ചു. കൊട്ടാരക്കര ദേവസ്വം ഓഫീസിലേക്ക് BJP ഹിന്ദു ഐക്യവേദി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. നേരത്തെ തന്നെ ആചാരലംഘനം സംബന്ധിച്ച് ഭക്തർക്ക് സൂചന ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ വാടക വീട്ടിൽ എത്തിയത്. ഇവർ ഇവിടെ എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ മുറികൂട്ടി ഓടി രക്ഷപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഗണപതി ഹോമത്തിൽ നിന്ന് ലഭിക്കുന്ന കരിപ്രസാദം കൂടുതലായി ആവശ്യമാണെങ്കിൽ തിടപ്പള്ളിയിലാണ് തയ്യാറാക്കേണ്ടത്. ദർഭപുല്ല് പോലുള്ള വസ്തുക്കൾ കരിച്ചാണ് ഇവയുണ്ടാക്കേണ്ടത്. എന്നാൽ ഉപയോഗശൂന്യമായ വാഴയില കത്തിച്ചാണ് ഇവിടെ തയ്യാറാക്കിയിരുന്നത്. മാത്രമല്ല, ക്ഷേത്രത്തിൽ വിതരണം ചെയ്യാനായി ഇവിടെ ഉണ്ടാക്കിയ ചന്ദനത്തിന്റെ സ്ഥിതിയും ഇത് തന്നെ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ജീവനക്കാരും ദേവസ്വവും നടത്തുന്ന ക്രമക്കേടുകൾ മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വിനായക ചതുർത്ഥി ദിനത്തിൽ കീഴ്ശാന്തിയുടെ നേതൃത്വത്തിൽ മോദകം ഗോഡൌണിലെത്തിച്ച് വിൽപ്പന നടത്തിയ സംഭവം ഒരു പ്രമുഖ ടെലിവിഷൻ ചാനൽ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു. ക്ഷേത്രത്തിലെ ആചാരലംഘനത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP ഹിന്ദു ഐക്യവേദിയും. ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ വേണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു.